തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പൂങ്കുന്നത്തെ ഫ്ളാറ്റിന്റെ വിലാസത്തിൽ 9 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. സമഗ്ര അന്വേഷണം വേണമെന്ന UDF-ഉം LDF-ഉം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. പെരുവല്ലൂർ പൂച്ചക്കുന്ന് വീട്ടമ്മ ബസ്സിൽ നിന്ന് വീണു മരിച്ചു. പൂവത്തൂർ സ്വദേശിനി നളിനിയാണ് മരിച്ചത്. ഗതാഗതക്കുരുക്കിൽ മണിക്കൂറോളം സ്തംഭിച്ച് ദേശീയപാത ആമ്പല്ലൂർ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. പുലിപ്പേടിയിൽ അതിരപ്പള്ളിയും സമീപ പ്രദേശങ്ങളും. കൊടകര മറ്റത്തൂർക്കുന്നിൽ വീട്ടിലെ CCTV-യിൽ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു. കോൺഗ്രസ് നേതാവായ MP ജാക്സണെതിരെ മണ്ഡലം പ്രസിഡന്റ്മാർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പരാതി. റാപ്പർ വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ 9 വോട്ടുകൾ കൂടുതലായി തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തതാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായും പ്രസന്ന അശോകൻ TCV-യോട് പറഞ്ഞു. വീട്ടിൽ തനിക്കു മാത്രമാണ് വോട്ടുണ്ടായിരുന്നതെന്നും ബാക്കിയുള്ളവരാരും എങ്ങനെ ചേർത്തുവെന്നറിയില്ലെന്നും പ്രസന്ന വ്യക്തമാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ തൃശൂരിൽ ക്രമക്കേട് നടന്നെന്ന് UDF-ഉം LDF-ഉം ആരോപണം ശക്തമാക്കുമ്പോഴാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൂങ്കുന്നത്ത് ഫ്ളാറ്റ് ഉടമ അറിയാതെ 9 വോട്ടുകൾ അധികമായി ചേർത്തു എന്ന് പറയുന്ന ക്യാപിറ്റൽ വില്ലേജിലെ ബ്ലോക്ക് 2-ലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ബ്ലോക്ക് 2-ലെ 4C ഫ്ളാറ്റ്, തൃശൂർ കോർപ്പറേഷൻ, വാർഡ് നമ്പർ 1, കെട്ടിട നമ്പർ 1780, 4C എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരോപണം ഉയർന്നത് ഈ വീട്ടുടമയിൽ നിന്നാണ്. ഈ വീട്ടുടമ അറിയാതെ 9 പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ വന്നു എന്നുള്ളതാണ്. പ്രസന്നയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇത് ഏത് സമയത്താണ് വോട്ട് ചേർത്തത്? കഴിഞ്ഞ ഇലക്ഷനാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്താണ് ഇവിടെ പറഞ്ഞു കേട്ടത്. എത്ര പേരുകൾ ചേർത്തു? 9 ആളുടെ 10 ആളുണ്ട്. അതിൽ ഒരെണ്ണം എൻ്റെയാണ്. പിന്നെ 9 ആളുടെ വേറെ ആൾക്കാരാണ്. ഈ മറ്റേ 9 പേരുകൾ ചേർത്തു എന്നുള്ളത് എപ്പോഴാണ് അറിയുന്നത്? ഇലക്ഷൻ്റെ സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ സമയത്താണ് പറഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു? ഞാൻ പരാതി കൊടുത്തല്ല, ഇവിടെ പാർട്ടിക്കാർ വന്നിട്ട് ചോദിച്ചു, ഈ ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ഏത് പാർട്ടിയിലുള്ളവരാണ്? ഈ അനിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളൊക്കെയാണ് വന്നത്. 3-4 ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലാറ്റിൻ്റെ നമ്പറിൽ ഈ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ, ഇവരുടെ പേരിൽ വോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവരൊന്നുമില്ല, ഞങ്ങളിവിടെ താമസിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ നിങ്ങൾ ഇവരൊന്നും ഇതിലല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പരാതി കൊടുക്കാനാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ ആൾക്കാരെയൊന്നും നമുക്ക് അറിയണതല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതെ അതെ. ഈ വോട്ട് ചെയ്തതിന് ശേഷം വോട്ട് ചെയ്തിരുന്നോ? ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ഈ മറ്റു 9 പേർ വോട്ട് ചെയ്തിരുന്നു എന്നറിഞ്ഞോ? അതറിയില്ല. അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. പോലീസ് വരലൊക്കെ ഉണ്ടായിരുന്നു. കള്ളവോട്ട് ചെയ്യാൻ ആൾ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഇതിൻ്റെ പേരിലാണ് ആൾക്കാർ വന്നേക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കള്ളവോട്ട് ചെയ്യാൻ ആൾക്കാർ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടായി. പോലീസ് വരലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത്രയുമാണ് വീട്ടുടമയായ പ്രസന്നയ്ക്ക് പറയാനുള്ളത്. താൻ അറിയാതെ 9 പേരാണ് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. അവർ വോട്ട് ചെയ്തോ എന്നുള്ളതും അറിയില്ല എന്ന് അവർ പറയുന്നു. ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിലെ പ്രസന്ന അവർ പറഞ്ഞിരുന്ന അനിൽ വഴിയാണ് പരാതി നൽകിയത്. അനിലാണ് ഇത് കണ്ടെത്തി പരാതി നൽകിയത് എന്ന് പറയുകയുണ്ടായി. അനിൽ കൂടെ ചേരുകയാണ്. അനിൽ കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ്. അനിലിന് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? അതായത് നമ്മൾ വോട്ട് ഇവർ ചേർത്തിട്ട് ലാസ്റ്റ് ലിസ്റ്റ് വന്നത് ഒരു 10-20 ദിവസം മുന്നെയാണ് ലിസ്റ്റ് വന്നത്, അഡീഷണൽ ലിസ്റ്റ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാരെ നമുക്ക് മനസ്സിലാവാത്തുണ്ടായിരുന്നു. അങ്ങനെ നോക്കി വന്ന് നമ്മൾ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ അത് ചെക്ക് ചെയ്യാലോ എന്ന് വെച്ചിട്ട് സ്ലിപ്പ് കൊടുക്കാൻ ഈ പ്രസന്ന എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ 10 എണ്ണമാണ് വോട്ടുള്ളത്. 10 സ്ലിപ്പാണ് കണ്ടത്. ഈ 9 പേരെയും അറിയില്ലെന്ന് അവർ പറഞ്ഞു. അതായത് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല ഏത് വഴിയാണ് ഏത് രീതിയിലാണ് ഈ വോട്ട് ചേർത്തത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതായത് ഈ പ്രസന്ന എന്ന് പറഞ്ഞ സ്ത്രീയുടെ വോട്ട് ചേർക്കാനായിട്ട് അവർ റെന്റൽ അഗ്രിമെന്റ് വാങ്ങിച്ചിട്ടുണ്ടാവും. ആ അഗ്രിമെന്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇവർക്കും അറിയില്ല. ആ അഗ്രിമെന്റ് വാങ്ങിച്ച് ആ അഗ്രിമെന്റിൽ തന്നെ
ഇവർ 9 ആളെയും ചേർത്ത്. ഇതിന് പിന്നിൽ ആരാണ്? ഏത് വിഭാഗം, ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി പ്രവർത്തിച്ചെന്ന് കരുതുന്നുണ്ടോ? BJP ആണ് 100% അത് ചെയ്തിട്ടുള്ളത്. ഈ 9 പേർ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വോട്ട് ചെയ്യാൻ വന്നില്ല. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോളിംഗ് സ്റ്റേഷനിൽ നമ്മൾ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു 4 പേര് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരെ തടഞ്ഞു നിർത്തലും കാര്യങ്ങളും ചാനലിൽ അറിയലും എല്ലാം കൂടിയായിപ്പോൾ ഇവർ പേടിച്ചിട്ട് വരാണ്ടിരുന്നായിരിക്കാം. ഈ 9 പേരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇല്ല, നമുക്ക് അറിയില്ല, എവിടെയെന്ന് തന്നെ അറിയില്ല. ഇത്രയുമാണ് അനിലിന് പറയാനുള്ളത്. അനിൽ വഴിയാണ് ഫ്ലാറ്റിൽ താമസിക്കുന്ന പ്രസന്ന പരാതി നൽകിയത്. എന്നാൽ ഈ 9 പേരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിൽ വോട്ട് ചെയ്തില്ല എന്ന് അനിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തൃശൂരിൽ ജനവിധി അട്ടിമറിച്ചതായും കെ മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. ഇതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവും അന്ന് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച നരേന്ദ്രമോദിയുടെ 2024 ജനുവരി 3-ാം തീയതിയുള്ള സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി. അന്ന് ആരംഭിച്ച ഗൂഢാലോചനയാണ് ഇലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിച്ചത്. മാത്രമല്ല, ഇത്രയേറെ വിവാദങ്ങളുണ്ടായിട്ടും ഈ MP അവിടെ കാണാനില്ല. ഇതുകൊണ്ട് ഇത് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരുന്നതാണ് പ്രതീക്ഷ. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഉപദേശം അനുസരിച്ച് കാര്യങ്ങൾ നീക്കും. വോട്ടെടുപ്പിൽ അട്ടിമറി നടന്നതായി രാഹുൽ ഗാന്ധി തിരികൊളുത്തിയ ആരോപണം ദേശീയ തലത്തിൽ കത്തിപ്പടരുമ്പോൾ ഇതേ വിവാദം തന്നെയാണ് തൃശൂരിലും ഉയരുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. പെരുവല്ലൂർ പൂച്ചക്കുന്ന് വയോധിക ബസ്സിൽ നിന്ന് വീണ് മരിച്ചു. പൂവത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന പെരിങ്ങാട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ 74 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. ചൊവ്വല്ലൂർ പടിയിലെ സുദൃഢം ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റാണ് നളിനി. തിങ്കളാഴ്ച രാവിലെ ബസ്സിൽ പൂച്ചക്കുന്നത്തു നിന്നും പൂവത്തൂരിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത്. ബസ്സിൽ കയറിയതിനു ശേഷം ഡ്രൈവർ സീറ്റിന് പുറകിൽ നിന്നിരുന്ന നളിനി ബസ്സിന്റെ പിൻഭാഗത്തുള്ള ഒഴിഞ്ഞ സീറ്റിലേക്ക് നടന്നു പോകുന്നതിനിടെ ബാലൻസ് തെറ്റി ബസ്സിന്റെ മുൻഭാഗത്തെ ഡോറിലൂടെ പുറത്തേക്ക് വീഴുകയായിരുന്നു. ബസ്സിന്റെ ഡോർ അടച്ചിരുന്നതായി യാത്രക്കാർ പറയുന്നു. ഉടൻ തന്നെ നാട്ടുകാരും ബസ്സിലെ യാത്രക്കാരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽ സ്തംഭിച്ചു. 100 കണക്കിന് വാഹനങ്ങളാണ് മണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. രാവിലെ മുതൽ നീണ്ട വാഹനനിരയാണ് ആമ്പല്ലൂർ ചാലക്കുടി പാതയിൽ അനുഭവപ്പെട്ടത്. ആമ്പല്ലൂരിലെ വാഹനനിര ഒരു സമയത്ത് ടോൾ പ്ലാസയും മറികടന്ന് തലൂർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിന് സമീപം വരെ എത്തിയിരുന്നു. ഇതോടെ വാഹനങ്ങൾ പലതും വഴിമാറി സമാന്തര പാതകളെ ആശ്രയിച്ചു. ഇതോടെ ആമ്പല്ലൂർ കല്ലൂർ മേഖലയിൽ ഗതാഗതം താറുമാറായി. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം വരെ 1 കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ബസ്സുകൾ ആമ്പല്ലൂർ ഒഴിവാക്കിയാണ് സർവീസ് നടത്തിയത്. ആംബുലൻസുകൾ ഏറെ നേരം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. അടിപ്പാതയുടെ അനുബന്ധ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്ന കാന തീർത്തതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. ആനശല്യത്തിന് പിന്നാലെ പുലിപ്പേടിയിലായി അതിരപ്പള്ളിയും സമീപ പ്രദേശങ്ങളും. 2 ദിവസം മുൻപ് വെറ്റിലപ്പാറ 14 വീട്ടിൽ കെട്ടിയിരുന്ന പശുവിനെ കൊന്ന പുലി 3 ദിവസങ്ങളിലായി അതിന്റെ മാംസം ഭക്ഷിച്ച് തീർത്തതാണ് ജനങ്ങളെ അങ്കലാപ്പിലാക്കിയത്. പുതിയേടൻ സുരേന്ദ്രന്റെ 1.5 വയസ്സുള്ള പശുക്കിടാവിനെയാണ് പുലി വകവരുത്തിയത്. സുരേന്ദ്രന്റെ വീട്ടിലെ അസൗകര്യം മൂലം പശുവിനെ അയൽവാസിയായ സുരേഷ് എന്നയാളുടെ വീടിനോട് ചേർന്നാണ് കെട്ടിയിട്ടത്. ആദ്യ ദിവസം തന്നെ പശുവിന്റെ പകുതിയിലേറെ ഭാഗം പുലി ഭക്ഷിച്ചിരുന്നു. തുടർന്ന് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച വനപാലകർ അവശേഷിക്കുന്ന പശുവിന്റെ ഭാഗങ്ങൾ സമീപത്ത് തന്നെ വെക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതാണ് തൊട്ടടുത്ത 2 ദിവസങ്ങളിലായി പുലി എത്തി തിന്നു തീർത്തത്. 2ാം ദിവസം എത്തിയ പുലിയുടെ ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു. തിങ്കളാഴ്ച രാവിലെ മാംസം ഭക്ഷിക്കാനെത്തിയ പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. സ്ഥിരമായുള്ള പുലിയുടെ വരവ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. 4 കിലോമീറ്റർ അകലെ പിള്ളപ്പാറയിൽ സിറ്റൌട്ടിൽ കെട്ടിയിരുന്ന നായയെ പുലി ആക്രമിച്ചതും വീട്ടുകാർ നോക്കി നിൽക്കുകയാണ്. ഏറെ കാലമായി വീട്ടുപറമ്പുകളിൽ എത്തുന്ന കാട്ടാനകളെ തുരത്താൻ രാത്രിയിൽ കാവലിരിക്കുന്ന നാട്ടുകാർ രാത്രിയായാൽ പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ്. പുലികൾ എത്തിയ സ്ഥലങ്ങളിൽ കൂടുവെക്കണമെന്നാണ് ആവശ്യം. ഇതിനുള്ള മുന്നൊരുക്കത്തിലാണ് വനപാലകർ. TCV ന്യൂസ്, ചാലക്കുടി.
കൊടകര മറ്റത്തൂർ കുന്നിൽ കോപ്ലി യോഹന്നാന്റെ വീട്ടിൽ CCTVയിൽ പുലിയുടേതാണെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:45ഓടെയാണ് പുലിയുടെ രൂപസാദൃശ്യമുള്ള വന്യജീവിയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞത്. വീട്ടുകാർ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു. മാള പഞ്ചായത്തിലെ കുരുവിരശ്ശേരി ചാമക്കാല റോഡിൽ പാമ്പ് ശല്യം രൂക്ഷം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് പാമ്പുകൾ ഇവിടെ ഇഴഞ്ഞെത്തുന്നത്. 4 സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന കുടുംബത്തിനും പരിസരവാസികൾക്കുമാണ് ഏറെ ആശങ്ക. ഇവരുടെ തൊട്ടടുത്ത പുരയിടം നിറയെ കാടാണ്. ഇവിടെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന വീട്ടിനുള്ളിലും പുറത്തും കാട് കയറിക്കിടക്കുന്നത് നീക്കം ചെയ്യുന്നില്ല. 10 വർഷം മുൻപ് താമസിക്കാൻ വരുമ്പോഴും കാടുകയറിയ സ്ഥലം ഇതുപോലെയുണ്ടെന്ന് ചെന്തുരുത്തി വീട്ടിൽ സരിത സുനിൽകുമാർ പറയുന്നു. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് 10 വർഷത്തോളമായി. അതിക്ക് മുമ്പേ തുടങ്ങി ഞങ്ങൾ വരുമ്പോൾ ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ ആൾ താമസം ഇല്ലാണ്ട് കിടക്കണോണ്ട് നിറച്ച് പാമ്പായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വീടും ചെറുതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വീട് സഹായം കൊണ്ട് കിട്ടി ഞങ്ങൾ പണിതേക്കണതാണ്. ഇപ്പോൾ വീട് അകത്തേക്ക് പാമ്പ് വരില്ല. പക്ഷെ നമുക്ക് പുറത്ത് നന്നായിട്ട് പാമ്പിൻ്റെ നല്ല ശല്യമുണ്ട്. ആ വീട്ടിൻ്റെ ഉടമസ്ഥർ ആരാണെന്നോ അറിയില്ല ഇന്ന് വരെ. അടുത്തുള്ള വീട്ടുകാർ കുറച്ചാൾ അവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെയും അവരെ ഇത്രയും നാളിന് ശേഷം പിന്നെ അവരെ അഡ്രസ്സ് ഇല്ല. വിദ്യാർത്ഥികളായ 2 പെൺകുട്ടികളടക്കമുള്ള 4 അംഗ കുടുംബമാണ് ഇവിടെ കഴിയുന്നത്. ആലത്തൂർ വില്ലേജിലെ കാടുകയറി കിടക്കുന്ന സ്ഥലവും തകർന്ന വീടും ആരുടേതാണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ്. 10 വർഷത്തിനിപ്പുറം ആരും ഇവിടേക്ക് വന്നിട്ടില്ലെന്ന് സരിതയും അയൽവാസികളും പറയുന്നു. ഇവരുടെ കുടുംബത്തിന് മാത്രമല്ല പരിസരവാസികൾക്കാകെ ജീവന് ഭീഷണിയുള്ള സ്ഥലത്തെ കാട് വെട്ടിയൊതുക്കാൻ മാള പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഇത്തരത്തിൽ കാടുകയറി കിടക്കുന്ന സ്ഥലങ്ങൾ പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ വെട്ടിയൊതുക്കാൻ പഞ്ചായത്തുകൾക്ക് ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. TCV ന്യൂസ്, മാള. കോൺഗ്രസ് നേതാവ് MP ജാക്സനെതിരെ മണ്ഡലം പ്രസിഡന്റുമാർ AICCക്കും KPCCക്കും പരാതി നൽകി. MP ജാക്സനെ കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കാറളം, പൊറത്തിശ്ശേരി, വേലൂക്കര മണ്ഡലം പ്രസിഡന്റുമാർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പരാതി. ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായ MP ജാക്സൺ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് ജനങ്ങളിൽ അവമതിപ്പ് ഉണ്ടാക്കുമെന്നും പരാതിയിൽ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയിലെ MP ജാക്സന്റെ സാന്നിധ്യം കരുവന്നൂർ വിഷയമടക്കം ഉന്നയിക്കുന്നത് പരിമിതികൾ ഉണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. BJPയും LDFും ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് വിഷയത്തിൽ ശക്തമായ പ്രചരണമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മുൻ KPCC സെക്രട്ടറി കൂടിയായ MP ജാക്സൺ പരിപാടികളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ, സണ്ണി ജോസഫ്, VD സതീശൻ, ജോസഫ് ടാജറ്റ് എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടൻ എന്ന ഹിനൻദാസ് മുരളിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി. നേരത്തെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ കേസിൽ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു. പിന്നീട് അത് ഉപാധികളോടെ വിട്ടു നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് പെട്ടെന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബലാത്സംഗ പരാതിയുമായി യുവതി രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. നിരവധി സംഗീത ഷോകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രളയമുണ്ടായത് PG ഡാം മാനേജ്മെന്റിന്റെ പാകപ്പിഴകൾ മൂലമാണെന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാകില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ പരാതിക്കുള്ള മറുപടിയിലാണ് കേസെടുക്കാനാകില്ലെന്ന് കമ്മീഷണർ അറിയിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തെളിവോ സാക്ഷിമൊഴികളോ ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷണർ മറുപടിയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജൂലൈ 30-നാണ് PG ഡാമിന്റെ ഷട്ടറുകൾ അശാസ്ത്രീയമായി 74 ഇഞ്ച് തുറന്നുവിട്ടത് മൂലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായത്. ഇത് സംബന്ധിച്ച് സബ് കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ റൂൾ കർവ് പാലിക്കാത്തതാണ് ഡാം 74 ഇഞ്ചായി പെട്ടെന്ന് തുറക്കേണ്ടി വന്നതിനെ കണ്ടെത്തിയിരുന്നു. DGPയുടെ നിർദ്ദേശപ്രകാരം PG പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ പാകപ്പിഴയാണ് പ്രളയമുണ്ടാകാനിടയാക്കിയതെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാതെ തൊടുന്യായങ്ങൾ പറഞ്ഞ് പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് പരാതിക്കാരൻ പറഞ്ഞു.
ശ്രീനാരായണപുരത്ത് 2 ക്ഷേത്രങ്ങളിൽ മോഷണം. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിന്റെ താഴ് തകർത്ത് പണം കവർന്നു. 7000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. ക്ഷേത്രത്തിനകത്തുള്ള മറ്റൊരു ഭണ്ഡാരം തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. SNDP യോഗത്തിനു കീഴിലുള്ള ശ്രീനാരായണപുരം 5-ാം പരുത്തി ഉമാമഹേശ്വര ക്ഷേത്രത്തിലും മോഷണ ശ്രമം നടന്നു. ക്ഷേത്രത്തിലെ CCTV ക്യാമറ മറച്ച ശേഷമാണ് ഭണ്ഡാരം തുറക്കാൻ ശ്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം ക്ഷേത്ര കമ്മിറ്റി യോഗത്തിനു ശേഷം ഭാരവാഹികൾ എല്ലാ ഭണ്ഡാരങ്ങളും തുറന്ന് പണവും മറ്റു വഴിപാടുകളും എടുത്തു മാറ്റിയിരുന്നു. മോഷ്ടാവിന്റേതാണെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അക്കിക്കാവ് കെ കരുണാകരൻ റോഡ് തകർന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. പോർക്കുളം പഞ്ചായത്തിനെയും കടവല്ലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. റോഡ് PWD ഏറ്റെടുക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. തകർന്ന റോഡിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതോടെ വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തൃപ്രയാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, ജനറൽ കൺവീനർ പ്രേംചന്ദ്രൻ, വടക്കേടത്ത് താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 5-നാണ് തൃപ്രയാർ ജലോത്സവം. കാസർഗോഡ് നടന്ന അണ്ടർ 23 സംസ്ഥാന അമേച്ചർ റെസ്ലിംഗ് മത്സരത്തിൽ ഇസാവുദ്ദീൻ ആദൂർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മാറമ്പള്ളി MES കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ആദൂർ മാനത്തുപറമ്പിൽ റഫീഖ് തങ്ങൾ നൌഷിജ ദമ്പതികളുടെ മകനാണ്. തെക്കുങ്കര പഞ്ചായത്തും DTPCയും വാഴാനി DMCയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വാഴാനി ഓണം ഫെസ്റ്റ് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, സബിത സതീഷ് എന്നിവർ സംസാരിച്ചു. 51 അംഗ കമ്മിറ്റിയെ യോഗം തിരഞ്ഞെടുത്തു. കേരള സർക്കാർ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് ക്ഷീരസംഗമം നടന്നു. വെള്ളാറ്റന്നൂർ ഡയമണ്ട് ജൂബിലി പാരിഷ് ഹാളിൽ നടന്ന സംഗമം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പുലിയന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് MV രവികുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ TR ശോഭി, രേഖ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, ജലീൽ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ക്ഷീര കർഷകരെയും SSLC +2 വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് അളന്നതിന്റെ ഇത്ര ശതമാനം എടുക്കും എന്നൊക്കെ പറഞ്ഞ് വർഷക്കാലത്ത് ചിലത് വരികയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തൃശൂർ യുവജന കലാവേദിയുടെ 3ാമത് ഉത്രാടക്കാഴ്ച സോവിനീർ തൃശൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതാവ് രാജൻ J പല്ലൻ പ്രകാശനം ചെയ്തു. തൃശൂർ യുവജന കലാവേദി പ്രസിഡന്റ് ആൽവിൻ ആന്റണി, കൺവീനർ PR രഞ്ജിത്ത്, കമ്മിറ്റി അംഗങ്ങളായ ജസ്റ്റിൻ ജോസഫ്, ജീസൺ തൈക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. വട്ടപ്പിന്നി പനമുക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. പനമുക്ക് വിശ്വേല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സപ്താഹത്തിന് തുടക്കമായി. പറവൂർ VG ഗോപാലകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ ദാസൻ എന്നിവർ നേതൃത്വം നൽകി. സപ്താഹം ഈ മാസം 17-ന് സമാപിക്കും. ആറ്റൂർ മണലാടി പാറപ്പുറം പ്രദേശത്ത് വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാരോപിച്ച് കോൺഗ്രസ് മണലാടി പാറപ്പുറം ആറ്റൂർ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പൊതുയോഗം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് ഉദ്ഘാടനം ചെയ്തു. VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ K നാരായണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP പ്രസാദ്, വാർഡ് പ്രസിഡന്റ് KM ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു.
ഡിവൈഎഫ്ഐ എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ മുൻ നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി PS ഷജിത്ത് നിർവഹിച്ചു. CPM ചന്ദ്രാപിനി ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, TK ചന്ദ്രബാബു, MK ഫൽഗുണൻ, CPM എടത്തുരുത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയുടെ സമാപനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഖിൽ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടത്തുരുത്തി വില്ലേജ് സമ്മേളനം നടത്തി. കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി റെജി ശിവജി, ജില്ലാ കമ്മിറ്റി അംഗം KB സുധ, ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ്, ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ശൈലജ ജയലാൽ, ഏരിയ കമ്മിറ്റി അംഗം മല്ലിക ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണത്. എത്രയോ സംഘടനകളുണ്ട് നമ്മുടെ രാജ്യത്തെ, മഹിളാ സംഘടനകളുണ്ട്. വടക്കാഞ്ചേരിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥം പ്രചരണ ജാഥ നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത് നയിച്ച ജാഥ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി അംഗം MR അനന്തു അധ്യക്ഷത വഹിച്ചു. ബിനോയ് മഹേഷ്, സുഷി ജിംസൺ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗതം പറഞ്ഞ PK ലോക്കൽ കമ്മിറ്റി പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെ പഠന മികവിലേക്ക് ഉയർത്തുന്നതിന് കൊടുങ്ങല്ലൂർ ഉപജില്ലയുടെ തനത് പരിപാടിയായ വെളിച്ചം സമഗ്ര വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. HM ഫോറം കൺവീനർ PA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ BPC PM മോഹൻരാജ്, വെളിച്ചം കോർഡിനേറ്റർ OS ഷീന, അസിസ്റ്റന്റ് കോർഡിനേറ്റർ സിജി എന്നിവർ സംസാരിച്ചു. അത് എങ്ങനെ നടത്തണമെന്നതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഒരു എക്സിക്യൂട്ടീവ് കൂടിയിട്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടുകൊള്ളയ്ക്കെതിരെ മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുല്ലത്തറ ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് KV സത്താർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CP കൃഷ്ണൻ, PT ഷൌക്കത്ത്, ഷിഹാബ് മണ്ണത്തല, അബ്ദുൽ സലാം, കൊപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി നോർത്ത് മഹലിൽ ഒരു മാസം നീണ്ടുനിൽക്കുന്ന ബ്രീസ് ഓഫ് മദീന എന്ന പേരിൽ നബിദിനാഘോഷത്തിന് തുടക്കമായി. ചേളാരി സയ്യിദ് ഹുസൈൻ ജമ്മു ലൈലി തങ്ങൾ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹൽ പ്രസിഡന്റ് NK അബ്ദുൽ കബീർ അധ്യക്ഷനായിരുന്നു. അബ്ദുൽ കരീം, P ഷബ്നാസ്, PU ഖമറുദ്ദീൻ, PK മുസ്തഫ, നൌഷാദ് ബിരാൻ, PH റാഫി എന്നിവർ സംസാരിച്ചു. അത് അതിന് വല്ല കേടും പറ്റുന്ന സംസാരമോ പ്രവൃത്തിയോ എന്തെങ്കിലുമൊക്കെ. പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിലെ സീനിയർ CLC ഇഗ്നേഷ്യൻ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് നന്മയുടെ കൂടാരം മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. CLC വൈസ് പ്രസിഡന്റ് സിൻറ്റോ ആൻഡോ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോൺസൺ കുണ്ടുകുളം, മദർ സുപ്പീരിയർ സിസ്റ്റർ റൊമാന, പള്ളി ട്രസ്റ്റി വിൻസെന്റ്, EJ വനിത, യൂത്ത് CLC പ്രസിഡന്റ് ജിൻഡോ പോൾ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ MS മേനോൻ അനുസ്മരണ സമിതിയും ആമ്പല്ലൂർ എഴുത്തകവും ചേർന്ന് കൊടകരയിൽ സംഘടിപ്പിച്ച MS മേനോൻ ജന്മശതാബ്ദി ആഘോഷവും സാഹിത്യ വിചാരവും മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി കൺവീനർ K സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഡോക്ടർ കവിത സോമൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ലൈബ്രറി കൗൺസിൽ മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് രാജൻ നെല്ലായി, എഴുത്തകം പ്രസിഡന്റ് ED ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു.
ഈ സാഹിത്യ രംഗത്ത് വിമർശന ശാഖ പണ്ട് ഉണ്ടായിരുന്ന അത്ര സജീവമാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. സാഹിത്യത്തിൻ്റെ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിമർശന ശാഖ ശക്തമായിരിക്കണം. ഈ സന്ദേശമാണ് മേനോൻ മാസ്റ്റർ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയത്. അതുപോലെ തന്നെ അദ്ദേഹം പലതരത്തിലും സാഹിത്യ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഭാഷയുടെ ജനകീയവൽക്കരണമാണ്. കിഴക്കുംപാട്ടുകരയിൽ ഫ്രണ്ട്സ് ഓഫ് രാജർഷി കുമ്മാട്ടി സംഘത്തിന്റെ ബ്രോഷർ പ്രകാശനം ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ വസുദേവ് മേനോൻ നിർവഹിച്ചു. കുമ്മാട്ടി സംഘം പ്രസിഡന്റ് പ്രശാന്ത് കൊല്ലുള്ളി അധ്യക്ഷത വഹിച്ചു. വിനു വേണുഗോപാൽ, ഷോബിൻ തോമസ്, ദീപക് എ വി, സുരേഷ് ഹിമാസ്, ആനന്ദ് ഗോപുരത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ചാമ്പ്യനെ ആദരിച്ചു. സെപ്റ്റംബർ 7-നാണ് കുമ്മാട്ടി മഹോത്സവം. അതുപോലെ തന്നെ മച്ചാട് ജനകീയ വിദ്യാലയത്തിൽ ദീർഘകാലം അധ്യാപികയായി സേവനമനുഷ്ഠിച്ച MP പത്മിനിക്ക് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആദരവ്. മണലിത്ര മച്ചാട് ജനകീയ വിദ്യാലയത്തിന്റെ സമീപ പ്രദേശത്തുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് പത്മിനിയെ ആദരിക്കുന്നത്. വെള്ളിയാഴ്ച മണലിത്ര ജനകീയ വിദ്യാലയത്തിൽ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെയർമാൻ PT മണികണ്ഠൻ, കൺവീനർ ജയപ്രസാദ് കളത്തിൽ, ബീന ജോസ്, രാജശ്രീ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാമ്പാടി ആത്രേയ തപോവനത്തിൽ രാമായണം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ആത്രേയ റിസർച്ച് ഫൗണ്ടേഷൻ, സമർപ്പൺ കേരള എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് രാമായണം ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ശശി, ജനാർദ്ദനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പഞ്ചായത്തിലെ ബഹുമുഖ പ്രതിഭകളെയും ആദരിച്ചു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C പ്രമോദ്, ഫൈസൽ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിംഗ്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവ സംയുക്തമായി ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാര ഭവനത്തിൽ നടന്ന ക്യാമ്പ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ KB അരുൺ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ശ്രീലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വലപ്പാട് ഉപജില്ലയിലെ സംസ്കൃത ദിനാചരണം നടത്തി. മുൻ MLA പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി അധ്യക്ഷത വഹിച്ചു. EA സുഗതകുമാർ, K ദിനേശ്, PK ഇന്ദിര, KS സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വൺ ഇന്ത്യ വൺ പെൻഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഹാഷിമാണ് പ്രസിഡന്റ്. സെക്രട്ടറി വിൽസൺ P ജോൺ, വൈസ് പ്രസിഡന്റ് ആന്റണി, ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ഹരിത കേരള മിഷന്റെ ഭാഗമായുള്ള ചങ്ങാതിക്ക് ഒരു തൈ പദ്ധതിയുടെ ചാവക്കാട് നഗരസഭാതല ഉദ്ഘാടനം മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദീവെ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ TV വൈഷ്ണവ്, കൗൺസിലർമാരായ ഫൈസൽ കാനമ്പുള്ളി, ഉമ്മൂർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മുറ്റിച്ചൂർ തപസ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് ചന്ദനമരത്തൈകൾ വിതരണം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മൗന യോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൽ ജലീൽ,
വാർഡ് മെമ്പർ സരിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര താഴത്ത് കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബുഷറ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടന്നു. ട്രസ്റ്റ് രക്ഷാധികാരി TM ബാവ ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റി പ്രസിഡന്റ് TM സലാം, TS രാജി താഴത്ത്, അബ്ബാസ് TM, അക്ബർ, TM ഇല്യാസ്, N നവാസ്, RH ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, കൗൺസിലർ ഉമ്മൂർ അഹമ്മദ്, കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം ഓഫീസർ ഷാരിക തുടങ്ങിയവർ സംസാരിച്ചു. തടവുകാർക്ക് പഠനത്തിന് സൗകര്യമൊരുക്കി വിയൂർ സെൻട്രൽ ജയിൽ. കോഴ്സുകളെക്കുറിച്ച് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രതിനിധി തടവുകാർക്ക് വിശദീകരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ തടവുകാർക്ക് പുറമെ വിദേശികളായ തടവുകാരും ക്ലാസ്സിൽ പങ്കെടുത്തു. തടവുകാർക്ക് പാഠപുസ്തകങ്ങളും പരീക്ഷാ ഫീയും പൂർണ്ണമായും സൗജന്യമാണ്. വിയൂർ ജയിലിൽ തന്നെ പരീക്ഷാ സെന്ററുമുണ്ട്. ഇഗ്നോ കൊച്ചി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രസീത ഉണ്ണികൃഷ്ണൻ, ജയിൽ സൂപ്രണ്ട് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 1138 പേരാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ കണക്ക് പ്രകാരം വിയൂർ സെൻട്രൽ ജയിലിലുള്ളത്. ഇതിൽ ശിക്ഷപ്രതികളായി 785 പേരിൽ 10% പേർ വിവിധ പാഠ്യപദ്ധതികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ മിഷണറിമാർക്കു നേരെ നടന്ന ആക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഏണമാക്കൽ ഇടവക സമുദായ ജാഗ്രതാ സദസ്സ് ആവശ്യപ്പെട്ടു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കുന്നംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം അധ്യക്ഷനായിരുന്നു. അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. ഡോക്ടർ ജോബി തോമസ്, KR പോൾസൺ, ബിജോയ് പെരുമാട്ടിൽ, ജോസഫ് മുട്ടത്ത, വത്സ ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ജന്മദിന തിരുനാളും നിർധന രോഗികളുടെ ഡയാലിസിസ് ഫണ്ട് വിതരണവും ഈ മാസം 19 നടക്കും. കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ആംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെയും NSSന്റെയും എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അന്താരാഷ്ട്ര യുവജന ദിനം ആചരിക്കും. നാളെ തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ R ബിന്ദു, വീണ ജോർജ് എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ രശ്മി മാധവൻ, ഡോക്ടർ അജയ് രാജൻ, ഡോക്ടർ NA ഷീജ എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പൂങ്കുന്നത്തെ ഫ്ളാറ്റിന്റെ വിലാസത്തിൽ 9 കള്ളവോട്ടുകൾ ചേർത്തുവെന്നാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. സമഗ്ര അന്വേഷണം വേണമെന്ന UDFും LDFും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടത്തുന്നതായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പെരുവല്ലൂർ പൂച്ചക്കുന്ന് വീട്ടമ്മ ബസ്സിൽ നിന്ന് വീണ് മരിച്ചു. പൂവത്തൂർ സ്വദേശിനി നളിനിയാണ് മരിച്ചത്. ഗതാഗതക്കുരുക്കിൽ മണിക്കൂറോളം സ്തംഭിച്ച് ദേശീയപാത ആമ്പല്ലൂർ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. പുലിപ്പേടയിൽ അതിരപ്പള്ളിയും സമീപ പ്രദേശങ്ങളും. കൊടകര മറ്റത്തൂർ കുന്നിൽ വീട്ടിലെ CCTVയിൽ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞു. കോൺഗ്രസ് നേതാവായ MP ജാക്സണെതിരെ മണ്ഡലം പ്രസിഡന്റുമാർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പരാതി. റാപ്പർ വെയ്ഡിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.